ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ദുഃഖിക്കുന്ന വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നൗഫൽ TKD എന്നൊരു യൂട്യൂബറിൻ്റെ ഉപ്പ മരിച്ചു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നൗഫലിൻ്റെ ഉപ്പ ഹോസ്പിറ്റലിലായിരുന്നു. നൗഫൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇന്ന് രാവിലെ തന്നെ ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയ ഉടനെ ഞാൻ അതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ദുഃഖിക്കുന്നൊരു വാർത്ത തന്നെയാണ്. നമ്മുടെ ഉപ്പ നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുക എന്ന് പറയുന്നത് അത് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ എൻ്റെ വാപ്പയും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു പെട്ടെന്ന് വാപ്പാൻ്റെ മരണം. അതൊക്കെ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തു പോയത്. എൻ്റെ വാപ്പാനെ കുറിച്ചാണ് ഓർത്തു പോയത്. എന്ത് തന്നെയാണെങ്കിലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ ഉമ്മാക്കും അതുപോലെ ആ മക്കൾക്കും എല്ലാവർക്കും ക്ഷമ നൽകട്ടെ. അപ്പോൾ നൗഫൽ ഇതിൻ്റെ വിവരമൊക്കെ നേരത്തെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നൗഫലിന് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാനെ വെച്ച് കാശുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നുമല്ല, ഉപ്പാൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അത് യൂട്യൂബിൽ കാണിക്കുമായിരുന്നു നൗഫൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ ഉപ്പ നമ്മളിൽ നിന്നും വിട്ടു പോയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഉപ്പാൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ആ കുടുംബത്തിന് ക്ഷമ നൽകാനും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാനും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ദുആ ചെയ്യുക. എന്താ പറയുക, മുഹറം മാസത്തിലെ നല്ലൊരു മാസത്തിലാണ് ആ ഉപ്പാൻ്റെ മരണം. എന്തായാലും ആ ഉപ്പാൻ്റെ മരണം നല്ലൊരു മാസത്തിൽ തന്നെയാണ്. എന്തായാലും ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോൾ നേരത്തെ യൂട്യൂബിലൊക്കെ ഉപ്പാൻ്റെ രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ നൗഫൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസർ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, ഈ ഒരു ക്യാൻസർ എന്നൊരു മഹാമാരി എന്താ പറയുക, ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ജസ്ന മരണപ്പെട്ടതും ക്യാൻസർ എന്നൊരു ഇത് വന്നിട്ടാണ്. ജസ്നയൊക്കെ ഒരുപാട് അതുമായിട്ട് മല്ലിട്ടു. ഉപ്പാൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, പുതിയൊരു വീടൊക്കെ അവർ നൗഫൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ താമസിക്കാൻ പറ്റാതെയാണ് ഉപ്പാൻ്റെ പെട്ടെന്നുള്ളൊരു ഈ വിയോഗം. അപ്പോൾ ആ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് താമസിക്കാനൊക്കെ. പക്ഷേ അതൊന്നും ഉപ്പാക്ക് സാധിച്ചില്ല. പെട്ടെന്നായിരുന്നു മരണം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് വരുന്നൊരിതാണ് അല്ലേ, എന്താ പറയുക, ക്ഷണിക്കാതെ വരുന്നൊരു അതിഥിയാണ് മരണം. ആ മരണം അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അത് എൻ്റെ വാപ്പ മരിച്ചപ്പോഴും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോഴുള്ള, വാപ്പാക്കാണെങ്കിൽ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു പെട്ടെന്ന് വാപ്പാൻ്റെ വിയോഗം. അത് എന്താ പറയുക, നമ്മളുടെ കൂടെയുള്ളവർ ഒരു നിമിഷം ഇല്ലാതാവുമ്പോൾ ആ ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്കും ഭയാനകരമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വാപ്പ മരിച്ചിട്ട് 2 വർഷം, എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾക്ക് അതിന്ന് ഒരു ഇതായിട്ടില്ല. പിന്നെ നമ്മൾ ജീവിക്കും, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അത് പൊരുത്തപ്പെട്ട് പോകുമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ അവരൊക്കെ നമ്മുടെ ഇതിൽ നിന്നും പെട്ടെന്ന് പോകുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അത് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. ആ ഒരു ഇതിലൂടെ ഞാൻ കടന്നു പോയതാണ്. ഒരിക്കലും നമുക്കത് ഇതാകാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവുകയില്ല. നമ്മുടെ എന്താ പറയുക, എൻ്റെ വാപ്പ എന്നല്ല, എല്ലാ മാതാപിതാക്കളും നമ്മുടെ നിഴൽ പോലെ എപ്പോഴും ഉണ്ടാകും. നമ്മൾ 2 ദിവസം മുമ്പും കൂടെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, 2 ദിവസമല്ല, അതിൻ്റെ തലേ ദിവസം പോലും വിളിച്ച് സംസാരിച്ച് പിറ്റേ ദിവസമാണ് ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് പോയി എന്നുള്ളൊരു ഇത്. അപ്പോൾ എന്തായാലും നൗഫലിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ദുആ ചെയ്യാം. ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എന്താ പറയുക, മരണപ്പെട്ടു പോയ എല്ലാ ഉപ്പമാർക്കും ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇങ്ങനെ ഒരു രോഗാവസ്ഥ കൊണ്ട് ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി, സങ്കടമായിപ്പോയി ഇത് കണ്ടപ്പോൾ. എന്താ പറയാന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. അത്രയും സങ്കടമായിപ്പോയി. ഞാൻ എൻ്റെ വാപ്പാനെയും ഒരു നിമിഷം ചിന്തിച്ചു. നൗഫലിൻ്റെ ഉപ്പാൻ്റെ മരണം ഞാൻ യൂട്യൂബ് തുറന്നതും ആ ഒരു വാർത്തയാണ് കണ്ടത്. എണീച്ച ഉടനെ ഞാൻ അതാണ് കണ്ടത്. അത് എനിക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്തായാലും ഞാൻ വീണ്ടും പറയുന്ന ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് തന്നെയാണ് വീണ്ടും ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഇപ്പം ഇത്രയേ ഉള്ളൂ. എനിക്കിനിയിപ്പോൾ ഒന്നും പറയാനുള്ള വാക്കുകളും കിട്ടുന്നില്ല. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയേ എനിക്കിപ്പോൾ ഈ ഒരു ഇതിൽ പറയാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക.